ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു പരിപ്പ് കറിയാണ് തയ്യാറാക്കുന്നത്. ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതിനായിട്ട് ഒരു അരക്കപ്പോളം തുവരം പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. കുതിർക്കാതെയാണ് എടുത്തിരിക്കുന്നത്. കുതിർത്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അരമണിക്കൂറൊക്കെ ഒന്ന് കുതിർത്തതിന് ശേഷം ചെയ്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇനി ഇതിലോട്ട് പച്ചമുളക് ചേർക്കാം. ഒരു 5 പച്ചമുളക് ചേർക്കുന്നുണ്ട്. പച്ചമുളക് കുറച്ചധികം തന്നെ ചേർക്കാവുന്നതാണ്. മുളക് പൊടി വളരെ കുറച്ച് ചേർത്താൽ മതിയാവും. അപ്പോൾ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് മുങ്ങിക്കെടുക്കാൻ പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2 മുതൽ 3 വിസിൽ വെച്ച് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ പരിപ്പൊക്കെ നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അങ്ങ് ഉടയ്ക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതിയാവും. ഇനി അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കറിയുടെ തിക്നെസ് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി കറി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കടുകും കൂടി തിളച്ച് ചേർക്കാം. അപ്പോൾ കടുക് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ആവശ്യത്തിന് കടുകും കൂടി ചേർക്കാം. ഇനി ഒരു 5-6 വെളുത്തുള്ളി ചതച്ചതാണ്, അത് ചേർക്കാം. വെളുത്തുള്ളി ഇതുപോലെ നമ്മൾ മൂപ്പിച്ച് ചേർക്കുമ്പോൾ നല്ല ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യരുത്, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു 2 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടി ചേർക്കാം. സവാള ചേർക്കാം, അല്ലെങ്കിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അതൊന്നും കൂടി ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. പുള്ളിയുടെ നിറമൊക്കെ നന്നായിട്ടൊന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മൾ എത്രത്തോളം വഴറ്റിയെടുക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ. ഇനി ഒരല്പം കായപ്പൊടി ചേർക്കാം. നമ്മൾ സാമ്പാറിലൊക്കെ ചേർക്കുന്ന പെരുങ്കായപ്പൊടിയാണ്. ഏകദേശം ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാവും, ഒരുപാട് ചേർക്കരുത്. ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ കായപ്പൊടി ചേർത്താൽ നല്ലതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി, പൊടിയൊന്നും കരിയാതെ നോക്കണം. അപ്പോൾ അവസാനമായിട്ട് ഇതുപോലെ നമ്മൾ മുളക് പൊടി ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു കളർ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിപ്പ് കറിയാണ്. നല്ല ടേസ്റ്റി ആയിരിക്കും ഈ ഒരു കറി. ചോറിനും ചപ്പാത്തിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.